എൻ്റെ പേര് ആഷിഖ് എന്നാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് SKP റൂഫ് ടൈൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പഴയ ഓടുകൾ, അതുപോലെ പുതിയ ഓടുകൾ, അതുപോലെ ക്ലേ പ്രൊഡക്റ്റ് എല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. റീറ്റെയിൽ ഷോപ്പാണ് നമ്മളിത് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ ഷെഡ്ഡുങ്ങുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 14 കൊല്ലത്തോളമായി നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. അത് മെയിൻ ആയിട്ട് എന്താണെന്ന് അറിയോ, ഇപ്പോൾ നമ്മുടെ പുതിയ ഓട് പഴയ ഓട് തമ്മിലുള്ള ഡിഫറൻസിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. അതായത് പണ്ടത്തെ മണ്ണ് പറഞ്ഞാൽ മണ്ണിന്റെ ക്വാളിറ്റി ഉണ്ട്, പിന്നെ പണ്ടത്തെ പ്രോസസ്സിങ്ങിൽ വ്യത്യാസങ്ങളുണ്ട്. അതായത് അന്ന് ക്വാളിറ്റിക്കാണ് കൂടുതൽ മുൻഗണന. ഇന്നത്തെ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ലാഭത്തിലേക്ക് മാത്രമേ ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ മണ്ണിന്റെ അരവാണ് ഓടിന്റെ കാര്യത്തിൽ ഒരു ഘടകം, അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. മണ്ണിന് എത്രത്തോളം നമുക്ക് കളിമണ്ണിനെ അരയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം അതിന് മുകളിലെ കോട്ടിങ് കൂടും. അതുപോലെ പിന്നെ പണ്ടത്തെ ആ പ്രൊസീജിയർ നമ്മൾ ചൂളക്കിടുന്ന രീതികളായാലും മണ്ണിന്റെ മിക്സിംഗ് ആയാലും അന്നത് അത്രത്തോളം വളരെ മികച്ച രീതിയിൽ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഇന്നത് കുറച്ച് ക്വാളിറ്റിയിലേക്കൊക്കെ വളരെയധികം ചുരുങ്ങി ക്വാളിറ്റി കുറച്ച് മാറ്റി നമ്മൾ മണ്ണിന്റെ അരവുകൾ കമ്മിയായി, പിന്നെ പുറത്തുനിന്നുള്ള മണ്ണിന്റെ അവൈലബിലിറ്റി ആയി കൂടുതൽ. നമ്മുടെ നാട്ടിലത്തെ മണ്ണിന്റെ അവൈലബിലിറ്റി വളരെയായിട്ട് കുറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് പഴയ ഓട് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ക്വാളിറ്റി തന്നെയാണ്, മണ്ണിന്റെ ക്വാളിറ്റി തന്നെയാണ് പ്രധാനം. ആ ഒരു ക്വാളിറ്റി ഒരിക്കലും ഇപ്പോഴത്തെ ഓടുകൾക്ക് കിട്ടാനില്ല. നമ്മളിവിടെ പഴയ ഓട് കളക്ട് ചെയ്തിട്ട് കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിട്ടാണ് സാർ അത് സപ്ലൈ ചെയ്യാറ്? നമ്മുടെ മെയിൻ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടത് പഴയ ഓടായാൽ പോലും നല്ല രീതിയിൽ കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഓടുകളും ഒരുമിച്ച് സപ്ലൈ ചെയ്യാനല്ല. അതിലിപ്പോ ഒറ്റപ്പാത്തി ഇരട്ടപ്പാത്തി പറഞ്ഞിട്ട് മെയിൻ 2 കാറ്റഗറിയാണ് നമുക്ക് സാധാരണ നോർമൽ ക്ലേ പ്രൊഡക്റ്റിൽ ഉള്ളത്. ആ ഓടിന് തന്നെ ഡിഫറൻസ് ഒരുപാടുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 150-150ഓളം കമ്പനികൾ പണ്ട് മുതൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വരെ നമുക്ക് കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഓരോ ഓടിനും ഓരോ അളവ് വരുന്നുണ്ട്. അതിന്റെ വീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, നീളത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിൽ പട്ടികയിൽ കുളത്തുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ബിസ്ക്കറ്റ് ഗാഡി അല്ലെങ്കിൽ പരന്ന ഗാഡി, നമ്മൾ കീഴ് ഗാഡി എന്നൊക്കെ പലരും പ്രയോഗിക്കുന്ന വാക്കുകളാണ്. അങ്ങനത്തെ ഗാഡികൾക്ക് അനുസരിച്ചും ഇതിന്റെ പട്ടികയുടെ അളവിൽ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കൂടുതലും ഇൻഡസ്ട്രി വർക്കാണല്ലോ. ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ആ അളവ് കിട്ടുന്ന നിർബന്ധം. അവർക്ക് പലതരം ഓട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിക്ക് മേഞ്ഞിറങ്ങി കൊണ്ടുപോകാനോ പറ്റില്ല, അല്ലെങ്കിൽ അത് പിന്നീട് ചോർച്ചകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഓട് എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പഴയ ഓടും കൊടുക്കും. അതായത് അതിന്റെ പേരിൽ മാറ്റം ഉണ്ടാവില്ല. ബാക്ക് സൈഡിൽ നമുക്ക് പേര് കാണാം ഒരു ഓടിന്റെ, അതിന്റെ ബാക്ക് സൈഡിലെ പേര് മാറ്റം ഉണ്ടാവില്ല, അതിന്റെ ഗാഡികളിൽ മാറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ ഇല്ലാതെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു കമ്പനിക്ക് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഓട് ഉണ്ട്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എന്ന് പറഞ്ഞിട്ട് 6ാം തരം ക്വാളിറ്റി വരെ നമുക്ക് ഫറൂഖ് ബേസ് ആയിട്ടുള്ള ഓടുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് തൃശ്ശൂർ ബേസിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഏകദേശം 3 ക്വാളിറ്റി വരെ ഉള്ളത്. അപ്പൊ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഓടുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കൂടുതൽ ഉപകാരങ്ങളിലേക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിലേക്കൊക്കെ ആ സംഭവത്തിനെ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ പഴയ ഓടന്നെ ഇപ്പൊ നമ്മൾ പല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓട് മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ, ഇനി വാഷ് ചെയ്ത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇനി കഴുകി പെയിന്റ് അടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പലതരം ലേബറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. മിനിമം ഒരു 4-5 ദിവസം വരെ നമ്മൾ ഉണക്കാൻ മാത്രമായിട്ട് വരും. അപ്പൊ നന്നായി ഉണങ്ങിയ ഓട് മാത്രമേ നമ്മൾ പെയിന്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിന് പുറമെ അത് മാത്രമല്ല, അപ്പൊ നമ്മൾ എത്ര വാഷ് ചെയ്താലും ഇപ്പൊ എല്ലാ ഓടിന്റെയും മുകളിലെ കറകളിൽ എല്ലാം പോയി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചില കറകൾ എന്ത് ചെയ്യും, നമ്മൾ ഓടിലേക്ക് ഇറങ്ങി പിടിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പാല് പോലെ കണ്ട് പൊന്തി നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടില്ല. അപ്പൊ അത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട പരിപാടി നമ്മൾ നല്ലോണം വാഷ് ചെയ്തിട്ട് ഉണക്കാനായിട്ട് വെക്കുക. നല്ലോണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്യുക. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പോവാത്ത കറകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഉരച്ച് കളഞ്ഞ് അത് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പെയിന്റ് ചെയ്യുള്ളൂ. അതുപോലെ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കോട്ട് നമ്മൾ ആ ഓട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് വലിച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് രണ്ടാമത്തെ കോട്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഫിനിഷിംഗിലേക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു 4-5 കൊല്ലത്തേക്കിലേക്കും ഒരു ലൈഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന നമുക്ക് കോൺട്രാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ഇൻഡസ്ട്രി വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് അറിയാം നമ്മൾ ഏത് തരത്തിലുള്ള ഓടേ കൊടുക്കുള്ളൂ എന്നുള്ളത്. അതൊരു വിശ്വാസമായി കഴിഞ്ഞു. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഓട് കഴിഞ്ഞാൽ നമ്മൾ ക്ലേയിൽ തന്നെ വരുന്ന നമ്മൾ ജാളീസ് ഉണ്ട്, നമ്മളെ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പണ്ട് നമ്മൾ മതിലിന്റെ മുകളിലൊക്കെ ചെയ്തിരുന്ന ഐറ്റംസുകൾ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സീലിംഗ് ടൈലുകൾ വരുന്നുണ്ട്. ഓടിനെ തൊട്ട് താഴെ നമ്മൾ സീലിംഗ് ആയിട്ട് കൊടുക്കുന്ന ഓടുകളുണ്ട്. ചൂടിനെ ഒന്നുകൂടി കുറക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അത്. അതല്ല നമ്മൾ ഹുരിഡീസ് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് നമ്മൾ പണ്ട് തട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ 2 തട്ടുള്ള ഓടുകളൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളത്തെ തട്ട് നമ്മൾ ഈ ഹുരിഡീസാ വരാം. അതൊന്നുകൂടി കൂടുതൽ
തണുപ്പ് നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കാര്യമായിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ താഴെ കുടങ്ങള് അല്ലെങ്കിൽ നമ്മളെ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഈ ജാലീസിന്റെ പലതരം വെറൈറ്റികളുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഓടുകൾ വേണ്ടതാണ്. അതായത് അത്യാവശ്യം കാറ്റുള്ള ഏരിയകളാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇരട്ടപ്പാത്തി ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ മയിലുകളുടെ ശല്യം അല്ലെങ്കിൽ കുരങ്ങന്മാരുടെ ശല്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അവിടേക്ക് നമ്മൾ ഇരട്ടപ്പാത്തി ഉള്ള ഓടുകളാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഡയറക്റ്റ് റൂഫ് വരുന്ന ഏരിയകളാണെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രി വർക്ക് ഡയറക്റ്റ് റൂഫാണ്, ഡയറക്റ്റ് റൂമും കാര്യങ്ങളും വരുന്നതാണ്. അങ്ങനെയുള്ള ഏരിയകളിൽ നമ്മൾ കൂടുതൽ ഇരട്ടപ്പാത്തി ഓടുകളായിരിക്കണം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് ഒറ്റപ്പാത്തി ഓട് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. എപ്പോഴും ക്വാളിറ്റി വൈസ് ഒന്നുകൂടി നല്ലത് പഴയ തന്നെയാണ്. പുതിയതും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഓടുകൾ തന്നെയാണ് കാര്യമായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മുടെ മെയിൻ വിജയം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. കാരണം അവരുടെ സഹകരണം ഇല്ലാതെയോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെയോ ഈ പരിപാടി മുന്നോട്ട് പോകില്ല. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഇതിന്റെ തെരച്ചില് പഴയ ഓടിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഓടിന്റെ തെരച്ചിലുണ്ട്. ഓരോ ബ്രാൻഡിന്റെ പേര് വെച്ച് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓട് തമ്മിൽ തട്ടി നോക്കും അതിന്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത്. രണ്ട് ഓട് തമ്മിൽ നമുക്ക് തട്ടി കഴിഞ്ഞാൽ അതിന് രണ്ട് സൗണ്ട് കേൾക്കും. ഈ രണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. ഓരോ ഓടിന്റെയും എന്ത് ചെയ്യും, അതുപോലെ നമുക്ക് ഓട് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം. അതായത് നമുക്ക് ഓടിന്റെ ഒരിക്കലും ബെൻഡ് ഉണ്ടാവാൻ പാടില്ല. ബെൻഡ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഓടിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഓടുകൾ, അതിൽ ഈ ഡാമേജുകൾ ഇല്ലാത്ത ഓടുകൾ, അത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് അതിന്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. അവർ തെരഞ്ഞ് അത് ക്ലിയർ ആക്കി സോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നമുക്ക് സ്ഥിരം നമുക്കൊരു 6, 8, 7 സ്റ്റാഫുകൾ ഉണ്ട്. നമുക്ക് കൂടുതലും സ്ത്രീകളാണ് നമ്മുടെ സ്റ്റാഫുകൾ. അവർ തന്നെയാണ് പെയിന്റിങ്ങിന് ചെയ്യുന്നത്, അവരാണ് വാഷിങ് ചെയ്യുന്നത്, അവരാണ്. പിന്നെ അവർക്ക് സപ്പോർട്ടീവായിട്ട് നമ്മൾ ലോഡുകൾ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ പരിസരത്തിനുള്ള നമ്മുടെ കുട്ടികളുണ്ട്, പയ്യന്മാരുണ്ട്. അപ്പൊ അവരുടെ ഒരു നല്ലൊരു സഹകരണത്തിലുണ്ട്. നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം പറഞ്ഞ പഞ്ചായത്തുണ്ട്. അതിൽ ഷെഡ്ഡുംകുന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിനേക്കാൾ കുറച്ചും കൂടുതൽ ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് മനസ്സിലാവുക നമ്മൾ കരിമ്പുഴ എന്ന് പറയും. അതായത് നമ്മുടെ ഈ സ്ഥാപനം കഴിഞ്ഞാൽ ഉടനെ പുഴയാണ്, കരിമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള പുഴയുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാരും എല്ലാവരും കരിമ്പുഴ ഓടുകട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയുള്ളൂ. അതിന്റെ തുടക്കം ആഷിക്ക് ഏകദേശം സൂചിപ്പിച്ചിട്ടുണ്ടാവും. ജോൺസേട്ടൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥനെ പോലെ എന്റെ അച്ഛന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ജോൺസേട്ടൻ. ജോൺസേട്ടൻ എനിക്ക് പകർന്നു തന്ന അറിവാണ് ഞാൻ ആഷിക്കിന് പകർന്നത്. അവനാണ് ഇത്രയും നേരം നമ്മളോട് ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്, ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അവര് ഇപ്പൊ പിന്നീട് കിട്ടുന്ന കസ്റ്റമേഴ്സിന്റെ ഓരോ ഫീഡ്ബാക്കും ഓരോ നമ്മൾ തിരുത്തേണ്ട എവിടെ അവിടെയെല്ലാം നമ്മൾ തിരുത്തിയിട്ടാണ് ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മള് നിലവില് യൂസ്ഡ് ടൈലും ചെയ്യുന്നുണ്ട്. ഫ്രഷ് കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റി എല്ലാം കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ അവർക്ക് പറഞ്ഞ് നേരിട്ട് കണ്ട് അതിന്റെ ക്വാളിറ്റി നിർണ്ണയിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഇൻട്രൊഡക്ഷൻ, അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു കസ്റ്റമർക്ക് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കാറുള്ളൂ. അല്ല, കസ്റ്റമർ വരുമ്പോൾ നിലവില് അവർക്ക് വേണ്ട ക്വാളിറ്റി നമ്മൾ ഇതിന്റെ ക്വാളിറ്റി കുറവും കൂടുതലും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഒന്നാമത്തെ ഘട്ടം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റി അതിന്റെ നല്ല വശവും ചീത്ത വശങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു കച്ചവടം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിയുള്ളൂ. ഒരുവിധം എല്ലാവരും നമ്മുടെ കേരളത്തിന്റെ തനിമ എന്ന് പറയുന്നത് നാടൻ ഓട് തന്നെയാണ്. ഏതൊക്കെ ടെക്നോളജി എങ്ങനെയൊക്കെ ഏത് കാലത്ത് വന്നാലും പണ്ടത്തെ കാലഘട്ടം മുതലേ ഇപ്പോഴും അധികം ആളും ഈ ഓടിലോട്ട് തിരിച്ചു വരാനുള്ള മെയിൻ കാരണം ഇതിന്റെ മെയിൻ്റെനൻസ് താരതമ്യ പല ആൾക്കാരും കൊടുക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതില് ഡാമേജും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൂടുതൽ സംഭവിക്കുന്നത്. നമ്മളിതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി ചെയ്യുകയാണെങ്കിൽ എന്നും അത് നിലനിന്ന് തന്നെ പോവുകയും ചെയ്യും. അത് യൂസ്ഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി മാത്രം സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ. അവരെല്ലാം ഇന്നേ നമ്മളിപ്പോ ഏകദേശം ഷോപ്പ് തുടങ്ങിയിട്ട് 13 വർഷമായി. 9 വർഷത്തോളമായി ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്നു. ഇന്നേ വരെ നമുക്ക് ഒരു കസ്റ്റമറും കൊണ്ടുപോയിട്ട് ഒരു കംപ്ലൈന്റും ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. പഴയ ഓടില് നമ്മള് ഇതിൽ വരുന്ന നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഡാമേജസിനെ നമ്മള് ഒരു കാറ്റഗറി ആയിട്ട് തരംതിരിക്കും. ആ കാറ്റഗറി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കിണറിന് റിങ്ങിന് പകരം ഓട് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മതില് കെട്ടാൻ കൊണ്ടുപോകാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വാർപ്പിന്റെ ഉള്ളിലോട്ട് 2 ഓട് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന രീതി, പഴയ രീതികളാണ് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട്. ഈ 3 പർപ്പസിനും ഇവിടുന്ന് ഓട് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കരിമ്പുഴ
പഞ്ചായത്തിൽ നിയറസ്റ്റ് കരിമ്പുഴ ബ്രിഡ്ജിന്റെ അടുത്ത് ആണ് നമ്മളെ SKP റൂഫ് ടൈലിന്റെ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്.